ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ് മാക്സ് വ്ലോഗ്സ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ലേഖടു നമ്മളിന്ന് വാങ്ങാൻ പോണേതാ എന്താ എന്താ എന്റെ നമ്മൾ വാങ്ങാൻ പോണേ. അതെ, ഉറക്കത്തിന്റെ ആക്റ്റീവായി സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ മേടിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ക്യാമറ കേട്ടോ, ഒരു വീഡിയോ ക്യാമറ അല്ലേ. ഒരു നല്ലൊരു ക്യാമറ കേട്ടോ നമ്മളിന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. അത് നമ്മളിപ്പോഴൊന്നും വിചാരിച്ചില്ല എടുക്കണമെന്ന്, പക്ഷെ അതെന്തായാലും ഞങ്ങൾക്ക് വേണ്ട ഒരു സാധനം കേട്ടോ. അപ്പോൾ ഫോണിനുപരി നമുക്ക് ക്യാമറ ഉണ്ടായാലാണ് കുറച്ചുകൂടി എന്താ പറയുക കണ്ടന്റ് ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി നമ്മളിന്ന് കൊച്ചിയിൽ എവിടെയായിരുന്നു പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ സമയം കുറച്ച് ലേറ്റ് ആയിപ്പോയി, കൊച്ചുള്ളതുകൊണ്ട് ഇപ്പൊ കൊറേ ലേറ്റ് ആവും കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നേരെ പോയിട്ട് ക്യാമറ എടുക്കാം അല്ലേ. യെസ്, അങ്ങനെ നമുക്ക് പോവാം. എന്നാ അപ്പൊ നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. അകത്ത് കയറി അടച്ചാ നീ, നിനക്ക് പുറത്തിറങ്ങണ്ടേ. അപ്പൊ ഇനി നമുക്ക് നേരെ പോവാം. സമയം ലേറ്റ് ആയിട്ടോ, 12:45. ഇനിയിപ്പോ ഫുഡ് കഴിക്കണ കൊച്ചിനെ കൊണ്ടാകുമ്പോ ഫുഡ് കഴിക്കാൻ നമുക്ക് കുറച്ച് ടാസ്ക് ഉണ്ട്. അതുകൊണ്ട് സ്ട്രോളർ ഉള്ളതുകൊണ്ട് കേട്ടോ നമുക്ക് കുഴപ്പമില്ലാണ്ട് പോകുന്നേ. അപ്പൊ ഇനി പോവാ. ഈ സമയത്ത് നമുക്ക് ബാക്കിൽ കയറാൻ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ്. ഒന്നാമത് സെഡാൻ കാറുകളിൽ ഫ്രണ്ട് സീറ്റിൽ കൊച്ചിനെ കൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇവിടെ ഭയങ്കര വെയിലടിക്കും, കണ്ട് ഇരിക്കുന്ന ഭാഗത്ത് വെയിലടിക്കും. അപ്പോൾ കൊച്ചിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് നമ്മൾ പകൽ സമയങ്ങളിൽ ബാക്കിലിരിക്കുന്ന. അതെ, നമ്മള് ക്യാമറ എടുക്കാൻ വേണ്ടി പോകണം. ക്യാമറ എടുക്കാൻ വന്നില്ല നമ്മള്. അപ്പൊ ഇത് നമ്മുടെ തന്നെ Mark II അല്ലാത്ത R6 ആട്ടോ. ഇത് നോർമൽ, ഇത് Mark II ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലെൻസ് ഏതാണ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, ഏത് ലെൻസാണ് നല്ലതെന്ന്. അങ്ങോട്ട് അടി നല്ല കിട്ടുന്നുണ്ട് കേട്ടാ. ഇവിടെ ഒരുപാട് ലെൻസുകളുണ്ട്. നമുക്ക് 35 വേണോ 50 വേണമെന്നാണ് ആലോചിക്കുന്നത്. 35 വേണമെങ്കിൽ ക്ലോസ് റേഞ്ചിൽ ഇതെല്ലാം എടുക്കാം. 50 ആകുമ്പോൾ കുറച്ച് ബാക്കിൽ നിന്ന് എടുക്കേണ്ടി വരും. ബൊക്കെ എഫക്റ്റ് 50ക്കാണ് കൂടുതൽ എന്നാണ് പറയുന്നത്. ഫുള്ള് പുത്ത സാധനം, അൺയൂസ്ഡ് സാധനം, ഫുള്ള് ബില്ല് കാര്യങ്ങൾ വാറണ്ടി എല്ലാം വരുന്ന ഒന്ന് യൂസ് ചെയ്ത് ക്യാമറ അടിച്ചില്ല. അത്രയും സാധനങ്ങളുടെ കൂടെ വാറണ്ടി കാർഡ്, അപ്പോൾ നമ്മൾ ക്യാമറ എടുത്തു കേട്ടോ. ക്യാമറ ലെൻസും എടുത്ത് കൊച്ചു ഭയങ്കര അലമ്പായി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാം. പോവാ. കരയണ്ട 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 ആളലമ്പായി കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് നമ്മൾ അവിടെ നിന്ന് ക്യാമറയൊക്കെ എടുത്ത് ഇറങ്ങി കേട്ടോ. കുറെ നേരം നമ്മളവിടെ പോസ്റ്റ് ആയതുകൊണ്ട് ക്യാഷൊക്കെ സെറ്റിൽ ചെയ്യാനുള്ളതുകൊണ്ട് ഇവിടെ ആകെ അലമ്പായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഓടി. നമ്മുടെ പുതിയ ക്യാമറ നമ്മൾ തുറന്നു കൊണ്ട് നോക്കിയില്ല കേട്ടോ. നമ്മള് സീൽഡ് ബോക്സ് ആണ്. ജസ്റ്റ് ഇങ്ങനെ റാപ്പ് അൺറാപ്പ് ചെയ്ത് നമ്മൾ സാധനം പുറത്തെടുത്തു എന്നല്ലാണ്ട് അടുത്ത് ബാറ്ററി ഇടുക ഒന്നും ചെയ്തിട്ടില്ല. പകരം നമ്മള് സെയിം ക്യാമറയുടെ ഒരു ഡെമോ പീസ് അവിടെ ഉണ്ടായിരുന്നു. അതിനകത്താണ് നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കേട്ടോ. പിന്നെ ലെൻസ് നമ്മൾ സെക്കൻഡ്സ് ആയിട്ടോ എടുത്തത്. ഫ്രഷ് അവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷെ സെക്കൻഡ്സ് മതി എന്ന് എൻ്റെ ഫ്രണ്ട്സ് കുറെ പേര് പറഞ്ഞു. നല്ല ലെൻസ് നോക്കി എടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് ഞങ്ങളങ്ങനെ ലെൻസ് എടുത്തത്. അപ്പോൾ ലെൻസ് ഒരെണ്ണം എടുത്തുള്ളൂ, ഇനി നമുക്ക് ഒന്നുകൂടി എടുക്കണം. അപ്പോൾ ഇനി എല്ലാം വീട്ടിൽ പോയിട്ട് നമുക്ക് ഒന്നുകൂടി എല്ലാം സെറ്റ് ചെയ്യണം. എങ്ങനെയാ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം. പുതിയ ക്യാമറ സെറ്റപ്പ് ചെയ്യണ രീതിയിൽ സെറ്റപ്പ് ചെയ്യണം കേട്ടോ. അല്ല, ഹാപ്പി അല്ലേ? ഞാൻ ഭയങ്കര ഹാപ്പി, ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ്. അതെ, ഒരു ക്യാമറ എടുക്കുന്നത് കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നത്.
ഒക്കെ ആകുമ്പോ ബൈക്കിലൊക്കെ ആകുമ്പോ ബുദ്ധിമുട്ടായിരിക്കും. ക്യാമറ ക്യാരി ചെയ്യേണ്ടതുള്ളൊരു ബുദ്ധിമുട്ട്. നന്നായി കെയർ ചെയ്യണം. അതിനകത്ത് ഫംഗസ് കാര്യങ്ങൾ വരാതെ പൊടി അടിക്കാതെ നല്ല ക്ലീൻ ചെയ്ത് കൊണ്ടുനടക്കണം. അപ്പൊ നമ്മൾ ഈ മഴയത്തും വെയിലത്തൊക്കെ നടക്കുന്നവർക്ക് ചിലപ്പോൾ പറ്റില്ല. അപ്പൊ കുറെ പ്രാവശ്യം നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഐഫോണും കാര്യങ്ങളൊക്കെ എടുത്തത്. പക്ഷെ ക്യാമറന്റെ ഒരു യൂസ് അത് വേറെ തന്നെയാട്ടോ. ഐഫോണിന് എത്രയൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഇത് ഔട്ട് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും ക്യാമറ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു ഗൈസ്. ഇനി നമ്മുടെ അടുത്ത് പൈസ ഒന്നുമില്ല കേട്ടോ, പാപ്പരായി. ഇനിയിപ്പോ എന്താ പറയാ, കാർഡിനകത്ത് ലിമിറ്റ് കഴിഞ്ഞു, ഗൂഗിൾ പേ UPI ലിമിറ്റ് കഴിഞ്ഞു, എല്ലാ ലിമിറ്റ് തൂത്ത് പഠിച്ചു രണ്ടുപേരും അക്കൗണ്ടിൽ നിന്ന്. പിന്നെ ഇനിയിപ്പോ നമ്മളുള്ളത് UPI ആണെങ്കിൽ ഇനി 24 hours കഴിഞ്ഞാലേ ആവുള്ളൂ. കയ്യിൽ 500 രൂപയുണ്ട്, വണ്ടിനകത്ത് ഫ്യൂലും ഉണ്ട്, വീട്ടിലെത്താം. അപ്പൊ ആ രീതിയിലാട്ടോ. ക്യാമറയൊക്കെ മേടിച്ചിട്ട് ഈഗിളുണ്ടല്ലോ കൊഫ്ത കഴിക്കാൻ ആഗ്രഹം. അപ്പൊ ഞങ്ങള് നേരെ പനമ്പള്ളിക്ക് പോയിട്ടോ. ഇന്നലെയാണ് ആദ്യമായിട്ട് കഴിച്ച് ഫാനായി മാറി. ഞാൻ നേരത്തെ കഴിച്ചുകൊണ്ട് എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് അവിടെ പോയി കേട്ടോ. ഇവക്കും ഇഷ്ടമായി. കൊഫ്ത എന്ന് പറയുമ്പോ അവിടെ ചെന്ന് കാണിച്ച എന്താ സാധനം. അതിന് ടേസ്റ്റ് അല്ലേ, അടിപൊളിയാണ്. അപ്പൊ നമ്മുടെ പനമ്പള്ളിക്ക് എത്താറായി, കടവന്തറ എത്തി. കിട്ടുമെന്നുള്ള ഉറപ്പില്ല, കാര്യം നമ്മൾ കുറെ നേരത്തെ ഏപ്പി ഗായ്സ്. അങ്ങനെ നമ്മള് അവിടെ നിന്ന് നമുക്ക് സാധനം കിട്ടിയില്ല, കൊഫ്ത ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. കൊഫ്തക്ക് കുറച്ചുകൂടി ഈവനിങ് ആവണം, നമ്മൾ കുറച്ച് നേരത്തെ എത്തിപ്പോയിട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടുന്ന് കുറച്ച് തൊട്ടിപ്പുറയുന്ന ഷിഫുന്ന് കുറച്ച് മോമോസ് ഒക്കെ കഴിച്ച് ഇറങ്ങിട്ടോ. തിരിച്ചു പോകണം, കൊച്ചിനെ ഒന്ന് ഡോക്ടറെ കാണിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിട്ടോ അവിടുന്ന്. ഗായ്സ് അങ്ങനെ ഇതാട്ടോ നമ്മുടെ ക്യാമറ. ഇനിയുള്ള വീഡിയോസും കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. കുറെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് പഠിച്ചു വരാൻ തന്നെ ഒരു സമയം എടുക്കും കേട്ടോ. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു ഗിംബലൊക്കെ മേടിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഗിംബല്. അപ്പൊ അതും സെറ്റ് സാധനം കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോസും കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ സെറ്റ് ക്യാമറ. ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇങ്ങനെ ഒരു ക്യാമറ എടുക്കാൻ കുറെ കൊതിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് നമുക്ക് സെറ്റ് ആയത്. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് പുതിയൊരു എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ.